السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും എഴുതുന്നു. നേരിട്ടുള്ള മുലാഖാത്തിലും പറയുന്നു, ഞങ്ങൾക്ക് മക്കളുണ്ടാകാൻ പോവുകയാണ്, അതിനായി ദുആ ചെയ്താലും, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ദുആ ചെയ്യേണ്ടത്, ഈ ജനിക്കാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ ഇപ്രകാരവും ഉണ്ടാകാറുണ്ട്, ഞങ്ങൾക്ക് കുട്ടികളുണ്ട്, മക്കളുണ്ട്, ചെറുപ്പത്തിൽ നിന്ന് അവർ യുവത്വത്തിലേക്ക് ചുവടെടുത്തു വെക്കുകയാണ്. അവരുടെ തർബീയത്തിനെ കുറിച്ച് വ്യാകുലതയുണ്ട്. അവർക്ക് വേണ്ടി എപ്രകാരമാണ് ദുആ ചെയ്യേണ്ടത്, അവരുടെ തർബീയത്ത് എങ്ങനെയാണ് നടത്തേണ്ടത്, ഞങ്ങളുടെ കുട്ടികൾ ശരിയായ മാർഗത്തിൽ നന്മയിൽ നിലനിൽക്കുന്നവരായി തീരുന്നതിനു വേണ്ടി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിൽ ഭൂരിഭാഗം പേരും ഈ ഒരു ചിന്ത ഉള്ളവരാണ്. അവർക്ക് ഈ കാര്യത്തിലേക്ക് ശ്രദ്ധയുണ്ട്. തങ്ങളുടെ മക്കളുടെ തർബീയത്ത് നടത്തേണ്ടതാണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഏറ്റവും ചുരുങ്ങിയത് വ്യാകുലതയുണ്ട്. ഇത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഔദാര്യവും അനുഗ്രഹവുമാണ്. നമ്മുടെ അഹമ്മദികളുടെ മേൽ ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ചത് കാരണം നമ്മുടെ ചിന്തകൾ ഈ കാലഘട്ടത്തിൽ, അതായത് ഭൗതികതയുടെ ആഗ്രഹങ്ങൾ എല്ലാവരെയും ചുറ്റിവരിഞ്ഞിരിക്കുകയാണ്. തങ്ങളുടെ മക്കൾക്ക് വേണ്ടി നാം കേവലം ഭൗതികതയെക്കുറിച്ചുള്ള വ്യാകുലത മാത്രമല്ല നമുക്കുള്ളത്, മറിച്ച് ദീനിന്റെ ഉന്നമനത്തെക്കുറിച്ചുള്ള ചിന്തയും നമുക്കുണ്ട്. അള്ളാഹു ഇതും നമ്മൾ മുസ്ലിങ്ങളുടെ മേൽ ചെയ്ത ഒരു അനുഗ്രഹമാണ്. എന്നാൽ ഒരു നിബന്ധന ഇതാണ്, മുസ്ലിങ്ങൾ ഇതിലേക്ക് ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചുകൊണ്ട് ഇതനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ കുട്ടികളുടെ ജനനത്തിനു മുമ്പ് മുതൽ തർബീയത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കുട്ടി കടന്നു പോകുമ്പോൾ കുട്ടിക്കു വേണ്ടി ദുആയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, തർബീയത്തിനുള്ള മാർഗവും പറഞ്ഞു തന്നിട്ടുണ്ട്. മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തിലേക്കും ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. അഥവാ നാം ഈ ദുആ ചെയ്യുന്നവരും ഈ രീതി അനുസരിച്ച് തങ്ങളുടെ ജീവിതം കഴിച്ചുകൂട്ടുന്നവരും തങ്ങളുടെ കുട്ടികളുടെ തർബീയത്തിലേക്ക് ശ്രദ്ധിക്കുന്നവരും ആണ് എങ്കിൽ തീർച്ചയായും ഒരു നല്ല തലമുറയെ മുന്നോട്ട് പറഞ്ഞയക്കുന്നവരായി മാറുന്നതാണ്.
ഈ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. കുട്ടികളുടെ തർബീയത്ത് ഒരു എളുപ്പമുള്ള ജോലിയല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഓരോ ചുവടിലും തന്നെ ശൈത്താൻ ഉണ്ടാക്കിയിരിക്കുന്ന താൽപര്യങ്ങൾ വിവിധ രൂപത്തിൽ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് വളരെ പ്രയാസകരമായ ഒരു ജോലിയാണ്. എന്നാൽ അള്ളാഹു ദുആയും രീതിയും പറഞ്ഞു തരാനുള്ള കാരണം നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയവും നമ്മുടെ മക്കളെയും ശൈത്താന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ഇതിന് തുടർച്ചയായുള്ള ദുആയുടെയും അള്ളാഹുവിന്റെ സഹായത്തിന്റെയും അധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും ആവശ്യമാണുള്ളത്. ഒരു തുടർച്ചയായ ജിഹാദിന്റെ ആവശ്യമാണുള്ളത്. ഒരു യഥാർത്ഥ വിശ്വാസിയിൽ നിന്ന് ഈ ഒരു പ്രതീക്ഷയാണുള്ളത്. അവൻ അള്ളാഹുവുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തന്നെ സ്വയവും തന്റെ മക്കളെയും ശൈത്താന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതല്ലാതെ നിരാശരാവുകയോ തളർന്നു പോവുകയോ ചെയ്യുന്നവരാവുകയില്ല. അല്ലെങ്കിൽ ഭയപ്പെട്ടുകൊണ്ട് നെഗറ്റീവായ ചിന്താഗതികളെ തങ്ങളുടെ മേൽ വരിക്കുന്നവരായി മാറുകയില്ല. നെഗറ്റീവായ ചിന്താഗതിയുടെ ഒരു പ്രയാസകരമായ ഉദാഹരണം, ഒരു കത്ത് എന്റെ മുന്നിൽ കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. ഒരാൾ എനിക്ക് എഴുതുകയുണ്ടായി, ഇന്നത്തെ ഈ ലോകത്ത് ധനത്തിനുള്ള ഓട്ടമാണുള്ളത്. ദുസ്വഭാവങ്ങൾ അതിന്റെ പാരമ്യതയിലെത്തിയിരിക്കുകയാണ്. ലഹരിയുടെ പുതിയ പുതിയ വസ്തുക്കളും അതിന്റെ ഉപയോഗവും പൊതുവായിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന്റെ പൊതുവിലുള്ള ദുഷ്പ്രവർത്തികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകാരണം എഴുതുന്ന ആൾ എഴുതുകയാണ്, ഞാൻ വിചാരിക്കുന്നത് വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നല്ലതായി തോന്നുന്നത് ഇതാണ്, കുട്ടികളില്ലാതിരിക്കുന്നതാണ് നല്ലത്. കുട്ടികൾ ഇല്ലാതിരിക്കാം. ഇത് അങ്ങേയറ്റം നിരാശാജനകമായ ചിന്താഗതിയാണ്. അഥവാ ശൈത്താനോട് തോൽവി സമ്മതിച്ചുകൊണ്ട് അവനെ എല്ലാ ശക്തികളുടെയും ഉറവിടവും കഴിവുള്ളവനുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അഥവാ അള്ളാഹുവിൽ ഒരു ശക്തിയും ഇല്ല. മക്കളുടെ തർബീയത്തിനു വേണ്ടി നമ്മുടെ പരിശ്രമങ്ങളിൽ, നമ്മുടെ ദുആയിൽ അനുഗ്രഹം ചൊരിയുന്നതിനു വേണ്ടി നഊദു ബില്ലാഹ് നമ്മുടെ മക്കളെ ശൈത്താന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി നാം എത്ര തന്നെ പരിശ്രമിച്ചാലും ശരി, എത്ര തന്നെ നമ്മൾ ദുആ ചെയ്താലും ശരി, അഥവാ മറ്റു വാക്കുകളിൽ നാം ശൈത്താന്റെ കൂട്ടുകാർക്ക് തുറന്ന അവധി നൽകുന്നവരായിത്തീരും. അങ്ങനെ വിശ്വാസികളുടെ തലമുറ മെല്ലെ മെല്ലെ ഇല്ലാതായിത്തീരും. ഈ ചിന്താഗതി അങ്ങേയറ്റം നിരാശാജനകവും പ്രയാസകരവുമായ ചിന്താഗതിയാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കുന്നവർക്ക് അത്തരത്തിലുള്ള ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരു വിപ്ലവം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ ലോകത്ത് അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടത്, അതിന്റെ ഭാഗമായി തീരുന്നതിന് നാം നമ്മുടെ മുഴുവൻ കഴിവുകളും മുഴുവൻ ശക്തിയും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ തലമുറകളിലും ഈ ആത്മാവിനെ ഊതേണ്ടതായിട്ടുണ്ട്. ഏതൊന്നാണോ നമ്മുടെ ലക്ഷ്യമായിട്ടുള്ളത് അതിനായി അവർക്ക് വേണ്ടി ദുആയും ചെയ്യേണ്ടതുണ്ട്, അവരുടെ തർബീയത്തും ചെയ്യേണ്ടതുണ്ട്. സമൂഹത്തിന്റെ ഈ എല്ലാവിധത്തിലുള്ള തെറ്റായ മാലിന്യങ്ങളും അഴുക്കുകളും ഉണ്ടായിട്ടും നാം ശൈത്താനെ ഒരിക്കലും തന്നെ വിജയിപ്പിക്കാൻ അനുവദിക്കരുത്. ലോകത്ത് അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കണം. നിരാശരാകേണ്ട ഒരു കാരണവും ഇല്ല. മറിച്ച് ഒരു ദൃഢനിശ്ചയത്തോടുകൂടി
അള്ളാഹു പറഞ്ഞു തന്നിരിക്കുന്ന മാർഗം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യമാണുള്ളത്. അള്ളാഹു നല്ല മക്കൾ ഉണ്ടാകുന്നതിനു വേണ്ടി നമുക്ക് ദുആയും വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് ഹദ്റത്ത് സക്കരിയ അലൈഹിസ്സലാമിന്റെ ഈ ദുആ പഠിപ്പിച്ചു തരികയുണ്ടായി. ആ ദുആ ഇപ്രകാരമാണ്: റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയത്തൻ ത്വയ്യിബത്തൻ ഇന്നക സമീഉദ് ദുആ. എന്റെ നാഥ, എനിക്ക് നീ നിന്റെ സമക്ഷത്തിൽ നിന്ന് പരിശുദ്ധരായ മക്കളെ നൽകണമേ. നിശ്ചയമായും നീ വളരെയധികം ദുആകൾ ശ്രവിക്കുന്നവനാണ്. അള്ളാഹു ഈ ദുആ പഠിപ്പിച്ചു തന്നത് ഞാൻ ദുആ കേൾക്കുന്നവനാണ്. അള്ളാഹുവെ, നീ ദുആ കേൾക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ദുആയും നീ കേൾക്കുകയും ഞങ്ങൾക്ക് നല്ല പരിശുദ്ധരായ മക്കളെ നൽകുകയും ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പരിശുദ്ധരായ മക്കളെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ഈ ദുആയും ആവശ്യമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ മക്കൾക്ക് ഈ പരിശുദ്ധമായ ചിന്താഗതിയുടെയും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരും ആയിത്തീരേണ്ട ആവശ്യവുമുണ്ട്. അത് സദ്വൃത്തരുടെയും പ്രവാചകന്മാരുടെയും സിഫത്തുകളാണ്. അത് ഓരോ മാതാപിതാക്കളും സ്വായത്തമാക്കേണ്ട ആവശ്യമുണ്ട്. ചില സമയത്ത് മാതാക്കൾ ദീനീപരമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നവരും ഇബാദത്തിലേക്ക് ശ്രദ്ധിക്കുന്നവരുമായിരിക്കും. എന്നാൽ പുരുഷന്മാരായിരിക്കുകയില്ല. ചില സ്ഥലത്ത് പുരുഷന്മാരങ്ങനെയായിരിക്കും. എന്നാൽ സ്ത്രീകൾ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നവരായി ആവുകയില്ല. മക്കൾ നല്ലവരായി തീരുന്നതിനും കാലഘട്ടത്തിന്റെ ദുസ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും വേണ്ടി വളരെ നിർബന്ധമായിട്ടുള്ളത് മക്കളെ ആഗ്രഹിക്കുകയും അവരുടെ ജനനത്തിനു മുമ്പ് തന്നെ സ്ത്രീയും പുരുഷനും നന്മയിൽ പ്രവർത്തിക്കുന്നവരായി മാറണം. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബാക്കളുടെ സംഭവങ്ങളിൽ ഒരു സംഭവം ഇപ്രകാരം നമുക്ക് ലഭിക്കുന്നു. അതിൽ മക്കൾ ഉണ്ടാകുന്നതിനായി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ ഒരാൾക്ക് വേണ്ടി ഉണ്ടാകുന്നു. എന്നാൽ ആ ദുആ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം ഒരു നിബന്ധനയോടുകൂടിയാണ് വെച്ചിട്ടുള്ളത്. ആ നിബന്ധന അയാളുടെ ഉള്ളിൽ പരിശുദ്ധമായ മാറ്റം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അയാൾ അഹ്മദിയായിരുന്നില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല. എന്നാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും നന്മ ഉണ്ടായിരിക്കാം. അത് കാരണം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അയാൾക്ക് വേണ്ടി ദുആ ചെയ്തു. മുൻഷി അത്താ മുഹമ്മദ് സാഹിബ് പട്ടുവാരി അദ്ദേഹം പറയുകയാണ്, ഞാൻ അനഹമ്മദിയായിരുന്നു, ദീനിൽ നിന്ന് വളരെ വിദൂരത്തിലായിരുന്നു. അഹമ്മദിയത്തിന്റെ തബ്ലീഗ് ഒരു സുഹൃത്ത് എനിക്ക് ചെയ്യാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ഞാൻ അതിലേക്ക് ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല. ഒരു ദിവസം അദ്ദേഹം ഒരുപാട് എന്നോട് ഇതിനെക്കുറിച്ച് പറയുകയും എന്റെ പിന്നാലെ കൂടുകയും ചെയ്തു. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഇതാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ഞാൻ താങ്കളോട് ദുആ ചെയ്യാൻ പറയുന്നു. അഥവാ ആ ദുആ ശ്രവിക്കപ്പെട്ടു എങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും. താങ്കൾ പറയുന്നു മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ദുആ സ്വീകരിക്കപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയുക. ദുആ ഇപ്രകാരമാണ് ചെയ്യേണ്ടത്: എനിക്ക് 3 ഭാര്യമാരുണ്ട്, ആർക്കും മക്കളില്ല. ഒന്നിനു ശേഷം മറ്റൊന്നായി ഞാൻ വിവാഹം കഴിച്ചു മക്കളുണ്ടാകുന്നതിന് വേണ്ടി. അതുകൊണ്ട് ഈ പ്രകാരം ദുആ ചെയ്യുക: എനിക്ക് മകനുണ്ടാകണം. ആ മകൻ ആദ്യത്തെ ഭാര്യയിൽ നിന്ന് തന്നെ ഉണ്ടാകണം. പറയുന്നു, ഒരു കത്ത് എന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം എഴുതുകയുണ്ടായി. കുറച്ച് സമയത്തിനു ശേഷം മൗലവി അബ്ദുൽ കരീം സാഹിബിന്റെ ഭാഗത്ത് നിന്ന് മറുപടി വന്നു, മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ദുആ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു, താങ്കൾക്ക് മകനെ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ നിബന്ധന ഇതാണ്: താങ്കൾ സക്കരിയായുടേതുപോലുള്ള തൗബ ചെയ്യണം. മുൻഷി സാഹിബ് പറയുകയാണ്, ഞാൻ ആ ദിവസങ്ങളിൽ തീരെ ദീനില്ലാത്തവനായിരുന്നു. മദ്യപാനവും ദീനില്ലായ്മയും മറ്റുള്ള കാര്യങ്ങളിലും മുഴുകിയിരിക്കുകയായിരുന്നു.
സക്കരിയായുടെ തൗബ എന്താണെന്ന് എനിക്ക് എന്തറിയാം? പറയുന്നു, ഞാൻ ഇതറിയുന്നതിനു വേണ്ടി, സക്കരിയായുടെ തൗബ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി പള്ളിയിൽ പോയി. പള്ളിയിലെ ഇമാം എന്നെ പള്ളിയിൽ കണ്ട് വളരെയധികം അത്ഭുതപ്പെട്ടു. ഇയാൾ എങ്ങനെയാണ് പള്ളിയിൽ വന്നത്, മദ്യപാനിയായിട്ടുള്ള ആൾ? എന്നാൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി നൽകാൻ സാധിച്ചില്ല. പറയുന്നു, ഞാൻ പിന്നീട് മൗലവി ഫത്തഹുദ്ദീൻ അഹമ്മദിയുടെ അടുത്ത് പോയി അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സക്കരിയായുടെ തൗബ എന്ന് പറയുന്നത് ഇതാണ്: ദീനില്ലായ്മ ഉപേക്ഷിക്കുക, അനുവദനീയമായത് ഭക്ഷിക്കുക, നമസ്കാരവും നോമ്പും എടുക്കുക, പള്ളിയിൽ കൂടുതലായി വരിക. ഇത് കേട്ടുകൊണ്ട് ഞാൻ അപ്രകാരം ചെയ്യാൻ തുടങ്ങി. മദ്യപാനം ഉപേക്ഷിച്ചു, കൈക്കൂലി വാങ്ങുന്നത് ഉപേക്ഷിച്ചു, നമസ്കാരവും നോമ്പും എടുക്കാൻ തുടങ്ങി. പറയുന്നു, 2-3 മാസം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരു ദിവസം എന്റെ ഭാര്യ കരയാൻ തുടങ്ങി, മൂത്ത ഭാര്യ. അവരെ വയറ്റാട്ടിയെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചു. അവര് മക്കളുണ്ടാകാൻ പോവുകയാണ് എന്ന് സംശയം പ്രകടിപ്പിച്ചു. അവരുടെ കാര്യം കേട്ട് ഞാൻ പറയുകയുണ്ടായി, ഞാൻ മിർസ സാഹിബിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിട്ടുണ്ട്. ഇത് മക്കൾ ഉണ്ടാകുന്നതിനുള്ള അടയാളമാണ്, സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കുറച്ചു ദിവസത്തിനു ശേഷം ഗർഭത്തിന്റെ അടയാളങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. ഞാൻ ആളുകളോട് പറയാൻ തുടങ്ങി, എനിക്ക് മകൻ ജനിക്കുന്നതായിരിക്കും. അങ്ങനെ ആരോഗ്യവാനായ സുന്ദരനായ മകൻ ജനിക്കും. അങ്ങനെ മകൻ ജനിച്ചു. പറയുന്നു, അതിനുശേഷം ഞാൻ ബൈഅത്ത് ചെയ്തു. ഒരുപാട് ആളുകളും ആ പ്രദേശത്തുള്ള മറ്റുള്ളവരും ദുആ ചെയ്യുകയുണ്ടായി. അപ്പോൾ അല്ലാഹു ആരുടെയെങ്കിലും ശുഭപര്യവസാനം നല്ല ആക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇപ്രകാരം പ്രവർത്തിക്കുന്നു. മക്കളുടെ ആഗ്രഹം അല്ലെങ്കിൽ മക്കൾ ഉണ്ടാകുന്നത് അവരുടെ പരിഷ്കരണത്തിനും പരിശുദ്ധമായ മാറ്റത്തിനും കാരണമായി തീരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും തന്റെ ദുആ സ്വീകാര്യതയ്ക്കായി അവരിൽ പരിശുദ്ധമായ മാറ്റമുണ്ടാകണം എന്ന നിബന്ധന വെച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും സക്കരിയായുടെ ദുആ നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതോടൊപ്പം നാം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധമായ മാറ്റം ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യവും ഉണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് മറ്റൊരാളുടെ പ്രശ്നവും അവതരിപ്പിക്കപ്പെട്ടു. അദ്ദേഹം പറയുകയാണ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യുക, എനിക്ക് ആൺകുട്ടി ഉണ്ടാകണം, അതല്ലെങ്കിൽ മക്കൾ ഉണ്ടാകണം, അപ്പോൾ ഞാൻ അഹമ്മദിയാകും. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: എന്റെ വാദം എന്ന് പറയുന്ന മസീഹും മഹദിയുമാണെന്നുള്ളതാണ്. ഞാൻ ഈ ഒരു വാദമല്ല, ആളുകളുടെ വീടുകളിൽ കുട്ടികൾ ജനിക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന്. അദ്ദേഹത്തിന്റെ അവസ്ഥ മറ്റൊന്നായിരുന്നു. അതിനെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നബിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ദൃഷ്ടി അതുവരെ എത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്രകാരമാണ്. അതൊരു പക്ഷേ ചുവട് തെറ്റാനും കാരണമാകാം. എന്നാൽ ഇവിടെ അള്ളാഹു അദ്ദേഹത്തിന്റെ പര്യവസാനം ശുഭമാക്കി തീർക്കണമായിരുന്നു. എന്തെങ്കിലും നന്മയും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് വാർത്ത ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മകനുണ്ടാകും എന്നറിയിക്കുകയും ചെയ്തു. ഈ കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളെയും എല്ലാതുമായി നിബന്ധന വെക്കാൻ സാധ്യമല്ല. അഹമ്മദി ആകുന്നത് ദുആയുമായി നിബന്ധന വെക്കാൻ സാധ്യമല്ല. ചില ആളുകൾ എനിക്കും എഴുതുന്നു, ഇങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾ അഹമ്മദിയാകും. അല്ലെങ്കിൽ നിബന്ധന വെച്ചുകൊണ്ട് അഹമ്മദിയാകുക എന്നുള്ളത് ദീനിനെ സ്വീകരിക്കുന്ന ഒരു കാര്യമല്ല. മറിച്ച് തങ്ങളുടെ നിബന്ധന അനുസരിച്ച് അള്ളാഹുവിനെ കൊണ്ടുവരികയാണ്. അള്ളാഹു ആരുടെയെങ്കിലും നിബന്ധന അനുസരിച്ച് ആർക്കും നേർമാർഗത്തിനുള്ള വഴിയൊരുക്കുകയില്ല. നമുക്കാണ് നേർമാർഗത്തിൽ ചരിക്കേണ്ട ആവശ്യമുള്ളത്, അതല്ലാതെ അള്ളാഹുവിനല്ല. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞതുപോലെ നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതോടൊപ്പം നമ്മൾ സ്വയം പരിശുദ്ധമായ മാറ്റമുണ്ടാക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഹദ്റത്ത് സക്കരിയയെ കുറിച്ച് ഈ ദുആയും നമുക്ക് കാണാൻ സാധിക്കുന്നു. റബ്ബി ലാ തസ്ർനി ഫർദൻ അൻത ഖൈറുൽ വാരിസീൻ. എന്റെ നാഥ, എന്നെ നീ ഏകനായി ഉപേക്ഷിക്കരുത്, നീ എല്ലാ അനന്തരാവകാശികളിലും ഏറ്റവും ഉത്തമനാണ്. ഈ ദുആയിലും അല്ലാഹു ഖൈറുൽ വാരിസീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് വ്യക്തമാകുന്നത് മക്കൾക്ക് വേണ്ടിയുള്ള ദുആ കേവലം
ഇതുകൊണ്ടല്ല, മക്കളുണ്ടാകണം എന്നതിനു വേണ്ടിയല്ല, അല്ലെങ്കിൽ അനന്തരാവകാശികൾ ഉണ്ടാകണം എന്നതിനു വേണ്ടിയല്ല. അവര് ഭൗതികമായ കാര്യങ്ങളുടെ അവകാശികളാകണം. മറിച്ച് അത്തരത്തിലുള്ള അവകാശികൾ അത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കണം. जो दीन को दुनिया पर मुकद्दम रखने അവര് ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്നവരാകണം. അത്തരത്തിലുള്ള ദുആ അത്തരം ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും വ്യക്തമാണ്. ആരാണോ സ്വയം ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്നത്, അഥവാ സ്വയം ഭൗതികതയിൽ മനുഷ്യൻ മുങ്ങിക്കുളിച്ചിരിക്കുകയാണെങ്കിൽ നല്ല അവകാശികളെ എങ്ങനെയാണ് ചോദിക്കാൻ സാധിക്കുക? ഒരു സ്ത്രീ കേവലം മക്കളെ ഈ ഒരു കാരണം കൊണ്ടാണ് ആഗ്രഹിക്കുന്നത്. औलाद की ख्वाहिश एक സ്ത്രീകളുടെ മക്കൾ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം അത് അവരുടെ ഒരു പ്രകൃതിപരമായ തേട്ടമാണ്. या फिर बाज़ औक़ात അതല്ലെങ്കിൽ ചില സമയത്ത് इसलिए ख्वाहिश कर रही है कि खामद की ख्वाहिश होती है। ആഗ്രഹിക്കുന്നത് ഭർത്താവിന് ആഗ്രഹമുണ്ട് എന്നതുകൊണ്ടാണ്. അത്തരത്തിലുള്ള മക്കൾ ചില സമയത്ത് പരീക്ഷണത്തിന് കാരണമായി തീരുന്നു. औलाद की ख्वाहिश बड़ी जायज़ ख्वाहिश। മക്കളെ ആഗ്രഹിക്കുക എന്നുള്ളത് വളരെ അനുവദനീയമായ ഒരാഗ്രഹമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നല്ല അവകാശികളായി മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യം വിവരിച്ചുകൊണ്ട് മക്കളെ ആഗ്രഹിക്കുക എന്നത് കേവലം അവകാശികളാകുന്നതിന് വേണ്ടി മാത്രമായിരിക്കരുത്, മറിച്ച് നല്ലവരും സാലിഹീങ്ങളും ദീനിന് സേവനം ചെയ്യുന്നവരാകുന്നതിന് വേണ്ടിയായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ മക്കളും പരീക്ഷണത്തിന് കാരണമായിരിക്കും. അവിടുന്ന് പറയുന്നു, മക്കളെ കൊണ്ടുള്ള പരീക്ഷണവും വലിയൊരു പരീക്ഷണമാണ്. അഥവാ മക്കൾ സാലിഹീങ്ങളാണെങ്കിൽ പിന്നെ എന്തിനെയാണ് ഭയപ്പെടേണ്ടത്? അള്ളാഹു സ്വയം പറയുന്നു, വഹുവ യതവല്ല സ്വാലിഹീൻ. यानी अल्लाह ताला आप सालिहीन का मुतवल्ली അതായത് അള്ളാഹു സാലിഹീങ്ങളെ സ്വയം സംരക്ഷകനും കാര്യനിർവാഹകനുമായിരിക്കും. അഥവാ നിർഭാഗ്യവാനാണ് എങ്കിൽ, മനുഷ്യൻ നിർഭാഗ്യവാനാണെങ്കിൽ അയാൾക്ക് ലക്ഷക്കണക്കിന് രൂപ ഉപേക്ഷിച്ചു പോയാലും, അല്ലെങ്കിൽ മക്കൾ നിർഭാഗ്യവാന്മാരാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ അവർക്ക് വേണ്ടി ഉപേക്ഷിച്ചു പോയാലും അവർ ചീത്ത പ്രവർത്തനങ്ങളിൽ അത് പാഴാക്കുകയും നശിപ്പിച്ചു കളയുകയും ചെയ്യും. അങ്ങനെ ഈ പരീക്ഷണത്തിൽ അകപ്പെടും. അതവർക്ക് നിർബന്ധമാക്കപ്പെട്ടുള്ളതാണ്. ഏതൊരാളാണ് തന്റെ അഭിപ്രായത്തെയും തന്റെ ചിന്തയെയും അള്ളാഹുമായി ഒത്തുചേർക്കുന്നത്, അയാൾ മക്കളിൽ നിന്ന് സമാധാനത്തിലായിരിക്കും. അള്ളാഹുവിന്റെ ഉദ്ദേശവും അവന്റെ അഭിപ്രായവും എന്താണ്? ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുക. അഥവാ ഇപ്രകാരം ആണ് എങ്കിൽ അവിടുന്ന് പറയുകയുണ്ടായി, മക്കളുടെ ഭാഗത്ത് നിന്ന് സമാധാനം ലഭിക്കും. പിന്നീട് അത്തരത്തിലുള്ള മനുഷ്യൻ തന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും അവരുടെ തർബിയത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. പറയുന്നു, അതിപ്രകാരമാണ് അവരുടെ കഴിവിനു വേണ്ടി പരിശ്രമിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഈ അവസ്ഥയിൽ അള്ളാഹു സ്വയം അവരുടെ കാര്യനിർവാഹകനായി തീരും. അതല്ല മോശമായവനാണ് എങ്കിൽ നരകത്തിൽ പോകട്ടെ, അവരെ വിലവെക്കുക പോലും ചെയ്യരുത്. മറ്റൊരു സ്ഥലത്ത് അവിടുന്ന് പറയുന്നു, ഉപദേശിച്ചുകൊണ്ട്, ഇതേ നല്ല മക്കളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സ്വയം നല്ലവരായിത്തീരുക. തങ്ങളുടെ മക്കൾക്ക് വേണ്ടി നല്ല ഒരു മാതൃക നന്മയുടെയും തഖ്വയുടെയും ആയിത്തീരുക. അവരെ മുത്തക്കിയും ദീനുള്ളവരുമായി തീർക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ എത്രത്തോളം പരിശ്രമമാണോ അവർക്ക് വേണ്ടി ധനം സ്വരൂപൂട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്, അത്രത്തോളം പരിശ്രമം ഈ കാര്യത്തിനും ചെയ്യുക. ഏറ്റവും ചുരുങ്ങിയ ഇത്രത്തോളം എങ്കിലും പരിശ്രമം മനുഷ്യനുണ്ടായിരിക്കണം. ദീനി തർബിയത്തിലേക്കും എത്രത്തോളം ഭൗതിക കാര്യത്തിലേക്കാണോ ശ്രദ്ധിക്കുന്നത് അത്രത്തോളം എങ്കിലും ശ്രദ്ധിക്കണം. ഭൗതിക കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും ദീനിലേക്ക് ശ്രദ്ധ കുറവുമായിരിക്കും. ഇത് കാരണം ചിലപ്പോൾ ചിലർക്ക് പരീക്ഷണവും വരുന്നു, പ്രയാസങ്ങളും ഉണ്ടാകുന്നു. വീണ്ടും അവിടുന്ന് പറയുന്നു, മക്കളുണ്ടാകണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ആഗ്രഹം എന്താണ്? സ്വത്തുള്ള ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട് മക്കളുണ്ടാകണം, ഈ സ്വത്തിന് അവകാശികളായി തീരാൻ. അഥവാ മക്കളുണ്ടാകണമെന്നുള്ള ആഗ്രഹം സ്വത്തിനു വേണ്ടി മാത്രമാണ്, തങ്ങളുടെ സ്വത്ത് മറ്റുള്ളവരുടെ കൈകളിൽ, അന്യരുടെ കൈകളിൽ പോകാതിരിക്കാൻ വേണ്ടി. എന്നാൽ അവിടുന്ന് പറയുന്നു, അവർക്ക് ഇതറിയുകയില്ല. അവർ മരിച്ചുപോയി കഴിഞ്ഞാൽ സ്വത്തിന് അവകാശികളാരെ എന്ന് ഒന്നും ഇല്ല, എല്ലാവരും അന്യരായിത്തീരുന്നു. വീണ്ടും അവിടുന്ന് പറഞ്ഞു, മക്കളുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ദീനിന് സേവകരാകണം എന്ന നിലയിലുള്ള ആഗ്രഹമാണ് ഉണ്ടാകേണ്ടത്. വീണ്ടും അള്ളാഹു നമുക്ക് ഈ ദുആയും പഠിപ്പിച്ചു തന്നു,
വ അസ്ലിഹ് ലി ഫീ സുർരിയത്തി कुरान करीम में ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ. कि वस्लिह ली फी ज़ुर्रियती, എനിക്ക് വേണ്ടി എന്റെ മക്കളുടെ പരിഷ്കരണം നടത്തിയാലും തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് തിരിയുകയും തീർച്ചയായും ഞാൻ അനുസരിക്കുന്നവരിൽ ഉൾപ്പെട്ടവനുമാണ്. ഇവിടെ जो करता हूँ മക്കളുടെ പരിഷ്കരണം ഉണ്ടാകണം എന്നുള്ള ദുആയാണ് നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നിലേക്ക് തിരിയുകയും തിരിയുന്നവരിൽ ഉൾപ്പെടുന്നവനും അനുസരിക്കുന്നവരിൽ ഉൾപ്പെട്ട ആളും ആണ്. तरफ रुजू ഇത് നമ്മൾ करने वालों മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ फरमाबरदार അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും बस അള്ളാഹുവിനെ പരിപൂർണമായി അനുസരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പോഴാണ് ദുആ സ്വീകരിക്കപ്പെടുക. വളരെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് फरमाबरदारी മാതാക്കൾക്കും അതേപോലെ തന്നെ പിതാക്കന്മാർക്കും. കുട്ടികളുടെ പരിഷ്കരണത്തിനായി അവരുടെ തർബീയത്തിനായി സ്ഥിരചിത്തതയോടുകൂടി അള്ളാഹുവിനോട് തങ്ങളുടെ മക്കളുടെ നന്മയ്ക്കു വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. के लिए തങ്ങളുടെ മാതൃക अल्लाह ताला से മക്കൾക്ക് വേണ്ടി സ്ഥാപിച്ചു കാണിക്കുക. दुआ मांगते रहे, അവരുടെ സ്വയം തങ്ങളുടെ മാതൃക അള്ളാഹു നൽകിയ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ് എങ്കിൽ, തങ്ങളുടെ മാതൃക മാതാപിതാക്കൾ കുട്ടികൾക്ക് നൽകുന്ന ഉപദേശത്തിന് വിരുദ്ധമാണ് എങ്കിൽ, ആ नसीहत പരിഷ്കരണത്തിന്റെ ദുആയിൽ जो माँ बाप നല്ല നീയത്തും ഉണ്ടായിരിക്കുകയില്ല. फिर ഇത്തരത്തിലുള്ള കർമ്മം അല്ല എങ്കിൽ ഈ പരാതിയും തെറ്റാണ്. ഞങ്ങൾ ഒരുപാട് ദുആ ചെയ്തു, तो फिर ये എന്നിട്ടും അവൻ മോശമായി തീർന്നു, അല്ലെങ്കിൽ ഞങ്ങളെ പരീക്ഷണത്തിൽ അകപ്പെടുത്തി. വീണ്ടും അള്ളാഹു लेकिन फिर भी वो बिगड़ गई या हमें इब्तिला में डाल दिया। എല്ലാം ഉൾക്കൊള്ളുന്ന ദുആ വിവരിക്കുന്നു. ആരാണോ ശൈത്താന്റെ ആക്രമണത്തിന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ റഹ്മാനായ അള്ളാഹുവിന്റെ ദാസരായിത്തീരുന്നത്, അവരുടെ ചില പ്രത്യേകതകളുണ്ട്. അതിൽ ഒരു പ്രത്യേകത ഇതാണ്, അവർ बनना चाहते हैं, उनके ഇപ്രകാരം ദുആ ചെയ്യുന്നു: याद हैं റബ്ബനാ ഹബ്ലന മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. कि रब्बाना हबलना मिन ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിത പങ്കാളികളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും കണ്ണിന് കുളിർമ പ്രദാനം ചെയ്യണമേ, ഞങ്ങളെ മുത്തഖീങ്ങളുടെ ഇമാമാക്കണമേ. ഈ ദുആ अपनी औलाद से आंखों की ठंडक अता कर। മക്കൾക്ക് വേണ്ടിയും തങ്ങളുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി പുരുഷന്മാരും ചെയ്യേണ്ടതാണ്, സ്ത്രീകളും ചെയ്യേണ്ടതാണ്. സ്ത്രീകളും പുരുഷന്മാരും जीवन साथियों നല്ലവരും സാലിഹായ മക്കളെ ആഗ്രഹിക്കുകയും ഇപ്രകാരം ദുആ ചെയ്യുകയുമാണെങ്കിൽ, മക്കളുടെ ജനനത്തിനു ശേഷം അവരുടെ ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല, ജോലി അവസാനിക്കുന്നില്ല. മറിച്ച് മാതാവും പിതാവും के बाद भी ഭാര്യയും ഭർത്താവും തങ്ങളുടെ വൃത്തത്തിൽ माँ भी और बाप മേൽനോട്ടക്കാരും ഇമാമിങ്ങളുമാണ്. बीवी भी ആ കടമ അപ്പോഴാണ് നിറവേറ്റപ്പെടുക എപ്പോഴാണോ സ്വയം തഖ്വയിൽ ചരിക്കുന്നവരായി മാറുന്നത്, और ये हक കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരായി തീരുന്നത്, തങ്ങളുടെ കർമ്മങ്ങളെ നോക്കുന്നവരായി തീരുന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു സ്ഥലത്ത് പറയുകയാണ്, इस्लाम ने इस सवायत നിക്കാഹ് കൊണ്ടുള്ള ഒരു ഉദ്ദേശം से बयान फरमाया। आप फरमाते അതിലേക്ക് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിൽ സൂചന നൽകുന്നു. അതിതാണ്, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ये है ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. रब्बाना हबलना അതായത് വിശ്വാസികൾ അവരാണ്. അവരിപ്രകാരം ദുആ ചെയ്യുന്നു: ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും കുട്ടികളിൽ നിന്നും ഹൃദയത്തിന് കുളിർമ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ മക്കൾ നല്ലവരും ഞങ്ങൾ അവർക്ക് നേതാക്കന്മാരുമായി മാറണമേ. और ऐसा कि ഇവിടെ വീണ്ടും हमारे फरजान देख बख्त हों, തങ്ങളുടെ उनके पेशरो हों। കർമ്മങ്ങൾ ഈ ദുആയോടൊപ്പം കാണിക്കാനുള്ള മാർഗദർശനമാണ് നൽകിയിരിക്കുന്നത്. ഞങ്ങൾ അവർക്ക് നേതാക്കന്മാരായിരിക്കണം. നേതാവാവുക എന്നതിന്റെ അർത്ഥം തന്നെ ഇതാണ്, നാം കർമ്മപരമായ മാതൃക കാണിക്കുന്നവരായി മാറുക. पेशरा होने का मतलब വിശുദ്ധ ഖുർആനിൽ അള്ളാഹു കൂടെ കൂടെ अमली न ഓരോ ദുആക്ക് ശേഷവും बस कुरान करीम में ഈ കാര്യത്തിലേക്ക് തിരിയുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ കർമ്മത്തിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് സാലിഹീങ്ങളായ നല്ല മക്കൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ कि अपने
ഈ പിന്നീട് ഈ കാര്യം വിവരിച്ചുകൊണ്ട് മക്കളുടെ ആഗ്രഹം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, എന്തിനു വേണ്ടിയാണ് മക്കളുടെ ആഗ്രഹം ഉണ്ടാകേണ്ടത്, മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം कि औलाद की ख्वाहिश അത് होती है और क्यों होनी चाहिए। മക്കളെ ആഗ്രഹിക്കുമ്പോൾ മുന്നിൽ വെക്കേണ്ടതാണ്, മക്കളുടെ ജനന സമയത്ത് മുന്നിൽ വെക്കേണ്ടതാണ്, करते हुए भी തങ്ങളുടെ കർമ്മങ്ങളിലേക്കും നോക്കേണ്ടതാണ്, ये ख्वाब തങ്ങളുടെ പരിഷ്കരണത്തെക്കുറിച്ചും വ്യാകുലപ്പെടേണ്ടതാണ്. മക്കളും സാലിഹീങ്ങളും നന്മ നിറഞ്ഞവരുമായി തീരുന്നതിനു വേണ്ടി, അതല്ലാതെ സ്വത്തിന്റെയും സമ്പത്തിന്റെയും അവകാശികൾ ആകുന്നതിനു വേണ്ടി മക്കളുണ്ടാവുക എന്നുള്ളതല്ല. ഈ ദുആ ഏത് രീതിയിൽ ഏത് ക്രമത്തിലാണ് ചെയ്യേണ്ടത്, ഈ കാര്യമെല്ലാം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മനുഷ്യൻ ചിന്തിക്കേണ്ടതാണ് तफसील बयान फरमाते हुए അവന് എന്തിനാണ് മക്കളുടെ ആഗ്രഹം ഉണ്ടാകുന്നത്. കേവലം അതിനെ പ്രകൃതിപരമായ ആഗ്രഹത്തിൽ മാത്രം ഒതുക്കരുത്. ഏതുപോലെ വിശപ്പും ദാഹവും ഉണ്ടാകുന്നുവോ, എന്നാൽ तभी ख्वाहिश ഒരു പ്രത്യേകമായ അളവിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു പ്രത്യേകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരെ പരിഷ്കരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. अंदाजे से गुजर അള്ളാഹു മനുഷ്യനെ അവന്റെ ഇബാദത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതുപോലെ പറയുന്നു, മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അഥവാ മനുഷ്യൻ സ്വയം മുഅ്മിനല്ല എങ്കിൽ, സ്വയം അബ്ദായി തീരുന്നില്ല എങ്കിൽ, തന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം പൂർത്തിയാക്കുന്നില്ല എങ്കിൽ, ഇബാദത്തിന്റെ കടമ പൂർണ്ണമായ നിലയിൽ നിറവേറ്റുന്നില്ല എങ്കിൽ, शाह को पूरा नहीं പാപത്തിലും തിന്മയിലും ജീവിതം കഴിച്ചുകൂട്ടുകയാണെങ്കിൽ, പാപത്തിനുമേൽ പാപം ചെയ്തുകൊണ്ടുപോവുകയാണെങ്കിൽ, അത്തരം ആളുകൾ बल्कि फिस्को फजूर में जिंदगी बसर करता है। മക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം എന്ത് ഫലമുണ്ടാക്കാനാണ്? तो ऐसे आदमी की औलाद പാപം ചെയ്യാൻ വേണ്ടി തന്റെ മറ്റൊരു ഖലീഫയെ ഉപേക്ഷിച്ചു പോകുന്നു. സ്വയം തനിക്കില്ലാത്തത് മക്കൾക്ക് വേണ്ടി എങ്ങനെ ആഗ്രഹിക്കാനാണ്? वो अपना एक और खलीफा छोड़ना चाहता है। खुद कौन सी മക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം ഏതുവരെ ഇത് ദീനിനു വേണ്ടിയും മുത്തക്കിയായി തീരണം എന്നല്ലാതാകുന്നില്ലേ? അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ സഹായമായി തീരണം എന്നാകുന്നില്ലയോ? അതുവരെ और खुदा ताला की फरमाबरदार होकर നിരർത്ഥകവും ഒരു വിധത്തിലുള്ള പാപവുമാണ്. ബാക്കിയാത്തു സാലിഹാത്തിനു പകരം അത് ബാക്കിയാത്തു സയ്യാത്ത് വെക്കുന്നത് ഉചിതമായിരിക്കും. നല്ല മക്കളായിരിക്കുകയില്ല, മറിച്ച് തിന്മ ചെയ്യുന്ന ആളുകളെ പിന്നിൽ ഉപേക്ഷിച്ചു പോകുന്നവരായിത്തീരും. അഥവാ ഏതെങ്കിലും ഒരാൾ പറയുകയാണ്, ഞാൻ സാലിഹും चीज छोड़ के जाए ദൈവഭയവുമുള്ള നന്മ നിറഞ്ഞ മക്കളെ ആഗ്രഹിക്കുന്നു, എന്നാൽ വളരെ നല്ല ആഗ്രഹമാണ്, എന്നാൽ तर्स और खादम दीन औलाद की ख्वाहिश करता हूँ। അയാളുടെ ഈ വാദവും കേവലം ഒരു വാദം മാത്രമായിരിക്കും. ഏതുവരെ അയാൾ സ്വയം തന്റെ അവസ്ഥ उसका ये कहना भी मेरा ഇതുപോലെ ആക്കി തീർക്കുന്നില്ലയോ? जबकि खुद സ്വയം നല്ല മക്കളുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ തന്റെ കർമ്മം തികച്ചും ഇതിന് വിരുദ്ധമാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളത്. ഒരുപാട് ആളുകളുണ്ട്, അവർ വരുന്നു, പറയുന്നു ദുആ ചെയ്താലും നല്ല മക്കളുണ്ടാകണം, സാലിഹായ മക്കളുണ്ടാകണം. എന്നാൽ അവരുടെ നമസ്കാരത്തെക്കുറിച്ച് അവരുടെ മറുപടി ഇതായിരിക്കും, മുഴുവൻ നമസ്കരിക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കാം. ആരാണോ ഫർദായ നമസ്കാരം പോലും അനുഷ്ഠിക്കാത്തത്, അവരുടെ നന്മയുടെ അവസ്ഥ എന്തായിരിക്കും? അവിടുന്ന് പറയുന്നു, അഥവാ സ്വയം തിന്മയുടെയും പാപത്തിന്റെയും ജീവിതം കഴിച്ചുകൂട്ടുകയും ഞാൻ വായ കൊണ്ട് നല്ല സാലിഹായ മുത്തക്കയായ മക്കളെ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അയാൾ അയാളുടെ വാദത്തിൽ വ്യാജവാദിയാണ്, കളവ് പറയുന്നവനാണ്. നല്ല സാലിഹായ മക്കളെ ആഗ്രഹിക്കുന്നതിന് മുമ്പ് സ്വയം തങ്ങളുടെ പരിഷ്കരണം നടത്തേണ്ട അനിവാര്യമാണ്. തങ്ങളുടെ ജീവിതം മുത്തക്കങ്ങളുടെ ജീവിതമാക്കി തീർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോഴായിരിക്കും അവരുടെ ആഗ്രഹം ഒരു ഫലപ്രദമായ ആഗ്രഹമായി മാറുക. അപ്പോഴായിരിക്കും മക്കൾ അവരെ ബാക്കിയാത്തു സാലിഹാത്ത് എന്ന് പറയാൻ പറ്റുന്ന മക്കളിൽ ഉൾപ്പെടുന്നവരായി തീരുക. അതല്ലാതെ ഞങ്ങളുടെ പേര് മാത്രം അവശേഷിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് എങ്കിൽ, തങ്ങളുടെ സ്വത്തിന് അവകാശികളായി തീരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ വലിയ പേരുള്ള പ്രശസ്തിയുള്ള ആളാകണം എന്നാണ് എങ്കിൽ, അത്തരത്തിലുള്ള ആഗ്രഹം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിധത്തിലുള്ള ശിർക്കാണ്. आपने फरमाया പിന്നീട് അവിടുന്ന് മറ്റ് ഒരു അവസരത്തിൽ ഈ കാര്യം വിവരിച്ചുകൊണ്ട് പറഞ്ഞു, और बात है മറ്റ് ഒരു കാര്യം ഉള്ളത്, മക്കളെ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നു, മക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നു, എന്നാൽ ഇതൊരിക്കലും നോക്കിയിട്ടില്ല. അവർ മക്കളുടെ തർബീയത്തിലും അവരെ നല്ല നിലയിൽ വളർത്തുന്നതിനും और खुदा ताला के അള്ളാഹുവിനെ അനുസരിക്കുന്നവരാക്കി തീർക്കുന്നതിനു വേണ്ടി എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട്. फरमान कभी उनके लिए അവരെ ഒരിക്കലും തന്നെ ശ്രദ്ധിക്കാറില്ല, मुरातब അവരുടെ തർബീയത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല, दुआ की तरफ बहुत कम तो അവർക്ക് വേണ്ടി ഒരിക്കലും ദുആ ചെയ്യാറില്ല, അവർക്ക് വേണ്ടി തർബീയത്തിലും ശ്രദ്ധിക്കാറില്ല. ദുആയിലേക്ക് ശ്രദ്ധ കുറവാണ്, തർബീയത്തിലും ശ്രദ്ധിക്കാറില്ല. മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തന്റെ സ്വയം അവസ്ഥ ഇതാണ്, എന്റെ ഒരു നമസ്കാരവും തന്നെയില്ല, അതിൽ ഞാൻ എന്റെ സുഹൃത്തുക്കൾക്കും എന്റെ മക്കൾക്കും
എന്റെ ഭാര്യയ്ക്കും വേണ്ടി ദുആ ചെയ്യാത്തതായി. ഒരുപാട് മാതാപിതാക്കൾ അത്തരത്തിലുണ്ട്. പറയുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്, അവർ അവരുടെ മക്കൾക്ക് ചീത്ത സ്വഭാവങ്ങൾ ഉണ്ടാക്കുന്നു. തുടക്കത്തിൽ അവർ തിന്മ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരെ താക്കീത് ചെയ്യാറില്ല. അതിന്റെ ഫലം എന്ന് പറയുന്നത് അവർ ഓരോ ദിവസവും തന്നെ ധൈര്യമുള്ളവരും തിന്മ ചെയ്യുന്നവരുമായി മാറുന്നു. തുടക്കത്തിൽ അവരെ തടയാതിരിക്കുകയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാതിരിക്കുകയും തുടക്കത്തിൽ സ്നേഹത്തോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ല എങ്കിൽ മെല്ലെ മെല്ലെ തിന്മ ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റൊരു സ്ഥലത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ആളുകൾ മക്കളെ ആഗ്രഹിക്കുന്നു, എന്നാൽ അവർ ദീനീ സേവരാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല, ഭൗതികമായ അവർക്ക് എന്തെങ്കിലും ഒരു അവകാശം ഉണ്ടാകണം എന്നതിനു വേണ്ടി. മക്കൾ ഉണ്ടാകുമ്പോൾ അവരുടെ തെർബിയത്തിനെ കുറിച്ച് വ്യാകുലപ്പെടാറില്ല, അവരുടെ വിശ്വാസം ശരിയാക്കി തീർക്കാൻ ശ്രമിക്കാറില്ല, വിശ്വാസത്തിന്റെ പരിഷ്കരണത്തിന് വേണ്ടി ശ്രമിക്കാറില്ല, ദീൻ പഠിപ്പിക്കാറില്ല. സമയം ലഭിച്ചില്ല, ഭൗതികമായ പഠനത്തിൽ അല്ലെങ്കിൽ ഭൗതികമായ ജോലിയിൽ മുഴുകി, പഠനത്തിൽ മുഴുകി, കുട്ടികൾക്ക് ദീൻ പഠിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയില്ല. വിശ്വാസം പഠിപ്പിക്കേണ്ടതും ദീൻ പഠിപ്പിക്കേണ്ടതും വളരെ അനിവാര്യമാണ്. സ്വഭാവപരമായ അവസ്ഥയും ശരിയാക്കുകയില്ല. സ്വഭാവപരമായ നിലവാരം ഇവിടെ മറ്റൊന്നാണ്. വിശുദ്ധ ഖുർആനിൽ ദീനിന്റെ നിലവാരം മറ്റൊന്നാണ്. അത് ഏറ്റവും ഉന്നതമായ നിലവാരമാണ്. അത് ഭൗതികമായ ഉന്നത നിലവാരം മാത്രമല്ല, മറിച്ച് ആ ഉന്നത സ്വഭാവത്തിന്റെ നിലവാരമാണ് നാം അന്വേഷിക്കേണ്ടത്. ഏതൊന്നാണ് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ഏതാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്, ഏതാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കർമ്മം കൊണ്ട് കാണിച്ചു തന്നിട്ടുള്ളത്, ആ സ്വഭാവത്തിന്റെ നിലവാരമാണ് നാം നമ്മുടെ തലമുറകളിലും നിലനിർത്തേണ്ടത്. അവിടുന്ന് പറഞ്ഞു, ഓർത്തുകൊള്ളുക, അയാളുടെ ഈമാൻ ശരിയാവുകയില്ല. ആരാണോ കുടുംബ ബന്ധത്തെ മനസ്സിലാക്കാത്തത്, അയാൾക്ക് ഇത് മനസ്സിലാകുന്നില്ല എങ്കിൽ മറ്റ് നന്മ അയാളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാനാണ്? അള്ളാഹു മക്കളുടെ ആഗ്രഹത്തെ വിശുദ്ധ ഖുർആൻ ഈ വിധത്തിലാണ് വിവരിച്ചിരിക്കുന്നത്: റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അള്ളാഹു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും കണ്ണിന് കുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അത് അപ്പോഴാണ് ലഭിക്കുക എപ്പോഴാണോ അയാൾ പാപത്തിന്റെയും തിന്മയുടെയും ജീവിതം കഴിച്ചുകൂട്ടാതിരിക്കുകയും റഹ്മാനായ അള്ളാഹുവിന്റെ ദാസന്റെ ജീവിതം കഴിച്ചുകൂട്ടുകയും ചെയ്യുന്നത്. അള്ളാഹുവിന് എല്ലാ കാര്യത്തിലും പ്രാധാന്യം നൽകുന്നവരും. അത് തുടർന്ന് പറയുകയുണ്ടായി, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മക്കൾ മുത്തഖീങ്ങളായി തീരണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇമാമായി തീരണം. അത് മുത്തഖിയായി തീരണം എന്നുള്ള ദുആ കൂടിയാണ് ഇതോടൊപ്പം ഉള്ളത്. അതായത് തങ്ങളെ സ്വയം മുത്തഖി ആക്കി തീർക്കണം എന്നുള്ള ദുആയാണ്. അങ്ങനെ സ്വയം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചരിച്ചുകൊണ്ട് പിന്നീട് മക്കൾ മുത്തഖിയായി തീരണം എന്നുള്ള ദുആ കൂടിയാണ്. വീണ്ടും അവിടുന്ന് പറയുന്നു, മക്കളുടെ പരിപാലനം കേവലം കാരുണ്യത്തിന് വേണ്ടി മാത്രമായിരിക്കരുത്. കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പിൻഗാമി എന്ന നിലയിലോ ആയിരിക്കരുത്, മറിച്ച് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അതായത് ഈ മക്കൾ ദീനിനു വേണ്ടിയായിരിക്കണം. എത്ര പേരുണ്ട് മക്കൾക്ക് വേണ്ടി പ്രകാരം ദുആ ചെയ്യുന്നവർ? മക്കൾ ദീനിന്റെ യോദ്ധാക്കളായി മാറണം. വളരെ കുറവ് പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത്തരം ദുആ ചെയ്യുന്നവരായി. പറയുന്നു, അധിക പേരും ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരാണ്. എന്തിനു വേണ്ടിയാണ് അവർ ഈ പരിശ്രമിക്കുന്നത്? അവർ കേവലം പിൻഗാമികളാക്കുന്നതിന് വേണ്ടി മാത്രമാണ് പരിശ്രമിക്കുന്നത്. മറ്റൊരു ലക്ഷ്യവും അവർക്കുണ്ടാവുകയില്ല. വെറും ഈ ഒരു ആഗ്രഹം മാത്രമാണ് ഉണ്ടാകുക. അവരുടെ സ്വത്തും അന്യരോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളോ കൊണ്ടുപോകരുത്. ഓർത്തുകൊള്ളുക, ഇത്തരത്തിൽ ദീൻ പൂർണ്ണമായി നശിച്ചു പോകും. ചുരുക്കത്തിൽ മക്കൾക്ക് വേണ്ടി ഈ ഒരു ആഗ്രഹമാണ് എങ്കിൽ അവർ ദീനിന് സേവകരായി തീരണം. പ്രത്യേകിച്ച് വഖഫേനയുടെ മാതാപിതാക്കൾ ഈ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അവരെ ദീനിലേക്ക് ശ്രദ്ധിപ്പിക്കുക. വീണ്ടും അവിടുന്ന് പറയുന്നു, ഞാൻ കാണുന്നു ആളുകൾ ചെയ്യുന്നത് കേവലം ഭൗതികതയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ദുനിയാവിനോടുള്ള സ്നേഹം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, അള്ളാഹുവിന് വേണ്ടിയല്ല അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. മക്കളെ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യിക്കുക. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് ആഗ്രഹിക്കുക. ഒരു കുട്ടി ഉണ്ടാകണം, ഇസ്ലാമിന്റെ മഹത്വം ലോകത്ത് സ്ഥാപിക്കുന്നതിന് കാരണമായി മാറണം. അത്തരത്തിലുള്ള പരിശുദ്ധമായ ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹു കഴിവുള്ളവനാണ് സക്കരിയക്ക് നൽകിയതുപോലെ മക്കളെ നൽകാൻ. എന്നാൽ ഞാൻ കാണുന്നു
ആളുകളുടെ ദൃഷ്ടി ഇതിന് മുകളിൽ പോകുന്നില്ല. ഇത് ഞങ്ങളുടെ തോട്ടമാണ്, ഇത് ഞങ്ങളുടെ ധനമാണ്, ഇതിന് മറ്റുള്ളവർ കൊണ്ടുപോകും. എന്നാൽ അവർ ഇത്ര പോലും ചിന്തിക്കുന്നില്ല. നീ മരിച്ചു കഴിഞ്ഞാൽ നിർഭാഗ്യവാന്, നിനക്ക് സുഹൃത്തും ശത്രുക്കളും അന്യരും എല്ലാവരും ഒരേപോലെയാണ്. ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ദുആ ചെയ്താലും മക്കളുണ്ടാകാനും ഈ സമ്പത്തിന് അവകാശികളായി തീരാനും മരിച്ചതിനു ശേഷം മറ്റാരും ഇത് കൊണ്ടുപോകരുത്. മക്കൾ അത് മോശമുള്ളവരാണെങ്കിലും ശരി. ഇതാണ് ഇസ്ലാമിനെ കുറിച്ചുള്ള തിരിച്ചറിവ്. പൊതുവിലുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥയാണ്. ഇത് കാരണം പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ ജനനത്തിനു വേണ്ടി പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തുന്നു. ആൺകുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ആൺകുട്ടികളാകട്ടെ തങ്ങളുടെ സഹോദരിമാർക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് സ്വത്തിൽ നിന്ന് അവകാശം നൽകുകയില്ല. മുഴുവൻ സ്വത്തും ആൺകുട്ടികൾക്ക് നൽകുന്നു. ഇത് ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. അങ്ങനെ പിന്നീട് ആൺകുട്ടികളും സ്വത്ത് പാഴാക്കി കളയുന്നു. ഇത് ലോകത്ത് നമ്മൾ കാണുന്നു. ഇതിനുള്ള ഉദാഹരണം ലഭിക്കുന്നു, ഇന്നും കാണാൻ സാധിക്കുന്നു. ഏതായിരുന്നാലും ഞാൻ മുമ്പും പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് വഖഫ് നൗ കുട്ടികളുടെ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളുടെ തർബീയത്തിലേക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അവർക്ക് വേണ്ടി ഈ ലക്ഷ്യത്തിനു വേണ്ടി ദുആയും ചെയ്യേണ്ടതാണ്. അവർ വലുതായി ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുന്നവരായി തീരണം, വഖഫ് ചെയ്യുന്നവരായി തീരണം. അതല്ലാതെ വഖഫേനോന്റെ ടൈറ്റിൽ വെച്ചുകൊണ്ട് വലുതായിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യുകയാണെന്ന് പറയുന്നവരാകുന്നതിന് വേണ്ടിയല്ല. മറിച്ച് വഖഫേനോ ആണെങ്കിൽ ആദ്യം ഒരു ജമാഅത്തിനോട് ചോദിക്കണം, ജമാഅത്തിന് ആവശ്യമുണ്ടോ ഇല്ലേ എന്ന്. ജമാഅത്ത് അനുവാദം നൽകുന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി ചെയ്യാൻ അനുവാദം നൽകുന്നുണ്ടെങ്കിൽ ചെയ്യുക, അതല്ലെങ്കിൽ ചെയ്യരുത്. അതല്ലെങ്കിൽ പൂർണ്ണമായും തങ്ങളുടെ പ്രതിജ്ഞ പൂർത്തിയാക്കിക്കൊണ്ട് തങ്ങളുടെ മാതാപിതാക്കളുടെ പ്രതിജ്ഞ പൂർത്തിയാക്കിക്കൊണ്ട് തങ്ങളെ വഖഫിനു വേണ്ടി സമർപ്പിക്കേണ്ടതാണ്. മക്കൾക്ക് വേണ്ടിയുള്ള ദുആ ആഗ്രഹം ഈ ഒരു ചിന്തയോടുകൂടിയായിരിക്കണം, ഈ ഒരു ദുആയോടുകൂടിയായിരിക്കണം. അത്തരത്തിലുള്ള മക്കളുണ്ടാകണം. അവര് ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്നവരായിരിക്കണം. അതായത് മാതാപിതാക്കളുടെ കുടുംബത്തിന്റെ ബഹുമാനം നിലനിർത്തുന്നവരായിരിക്കണം. തങ്ങളുടെ പൂർവികരുടെ ബഹുമാനം നിലനിർത്തുന്നവരായിരിക്കണം. ഒരുപാട് കുടുംബങ്ങളുണ്ട്, അവരുടെ പൂർവ്വപിതാക്കന്മാർ മസീഹ് മദ് ഇസ്ലാമിന്റെ സഹാബാക്കളിൽപ്പെട്ടവരാണ്. കേവലം അവരുടെ മക്കളാവുക എന്നത് മതിയാവുകയില്ല. ചിലർ പറയാറുണ്ട് വളരെ അഭിമാനപൂർവ്വം, നല്ല കാര്യം തന്നെ. എന്നാൽ അഭിമാനം അപ്പോഴാണ് ഉണ്ടാവുക നന്മയും നിലനിർത്തുമ്പോൾ. മക്കളാവുക എന്നത് മതിയാവുകയില്ല. മറിച്ച് മാതാപിതാക്കളുടെ ജോലി ഇതുകൂടിയാണ്. തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇപ്രകാരം ദുആ ചെയ്യുക, അവരുടെ നന്മയും പൂർവികരുടെ നന്മയും നിലനിർത്തുന്നവരായി തീരണം. ഈ ദുആ മാതാപിതാക്കൾ ചെയ്യുമ്പോൾ സ്വയം തങ്ങളെക്കുറിച്ചും അവർ വീക്ഷിക്കുന്നതായിരിക്കും. തങ്ങളുടെ കർമ്മങ്ങളെ വീക്ഷിക്കുമ്പോഴായിരിക്കും തങ്ങളുടെ പൂർവികരുടെ കർമ്മങ്ങൾ സജീവമാക്കി വെക്കുക. ഒരു ആത്മപരിശോധനയോടുകൂടി ഓരോരുത്തരും അവസാന നിമിഷം വരെ മക്കളുടെ സത്പ്രകൃതത്തിനും അവരുടെ സ്വാലിഹാകുന്നതിനു വേണ്ടി ദുആ ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹുവിന്റെ സഹായം അവരോടൊപ്പമാണ് ഉണ്ടാവുക ആരാണോ എപ്പോഴും നന്മയിൽ മുന്നോട്ട് ചുവടുകൾ വെക്കുന്നത്. പറയുന്നു, ഒരു സ്ഥലത്ത് അവർ നിൽക്കുകയില്ല. അവരുടെ പര്യവസാനമാണ് ശുഭമായി തീരുക. ശുഭപര്യവസാനത്തിനായി അവിടുന്ന് പറയുകയുണ്ടായി, തങ്ങൾക്ക് വേണ്ടിയും തങ്ങളുടെ ഭാര്യക്കും തങ്ങളുടെ കുട്ടികൾക്കും വേണ്ടി തുടർച്ചയായി സ്ഥിരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. വീണ്ടും അവിടുന്ന് പറയുന്നു, ആ പ്രവൃത്തി ചെയ്യുക. നമ്മെ ഉപദേശിച്ചുകൊണ്ട് പറയുകയാണ്, മക്കൾക്ക് വേണ്ടി നല്ല മാതൃകയും പാഠവുമായി തീരുക. ഇത് മാതാപിതാക്കളുടെ ജോലിയാണ്. അതിനാവശ്യമായിട്ടുള്ളത് ഏറ്റവും ഒന്നാമതായി സ്വയം തങ്ങളുടെ പരിഷ്കരണം നടത്തുക. അഥവാ നിങ്ങൾ നല്ല മുത്തക്കീങ്ങളും സദ്വൃത്തരുമാണ് എങ്കിൽ, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നുവെങ്കിൽ, അള്ളാഹു നിങ്ങളുടെ മക്കളോട് നല്ല നിലയിൽ പെരുമാറും എന്ന് വിശ്വസിക്കാവുന്നതാണ്. പറയുന്നു, വിശുദ്ധ ഖുർആനിൽ ഹിളറിന്റെയും മൂസ അലൈഹി ഇസ്ലാമിന്റെയും കഥ വിവരിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടി ഒരു ചുമര് ഉണ്ടാക്കി. അതൊരു യത്തീമായ മക്കളുടേതായിരുന്നു. അവിടെ അള്ളാഹു പറയുന്നു, വകാന അബൂഹുമാ സ്വാലിഹ, അവരുടെ പിതാവ് സ്വാലിഹായിരുന്നു. ഇതല്ല പറഞ്ഞത് അവരെപ്രകാരമായിരുന്നു എന്ന കാര്യം അല്ല പരാമർശിച്ചത്, മറിച്ച് മാതാപിതാക്കളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ലക്ഷ്യം കരസ്ഥമാക്കുക, മക്കൾക്ക് വേണ്ടി എപ്പോഴും അവരുടെ നന്മ ആഗ്രഹിക്കുക. സ്വയം സാലിഹ്യങ്ങളാണെങ്കിൽ മക്കൾക്കും അള്ളാഹു സംവിധാനം ഒരുക്കുന്നതാണ് അവരുടെ നന്മയ്ക്കു വേണ്ടി, അവരുടെ റിസ്കിനു വേണ്ടി.
ഈ ഒരു അടിസ്ഥാന അധ്യാപനമാണ്. ഇതിലേക്ക് കൂടെ കൂടെ ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. ഇത് വിശുദ്ധ ഖുർആന്റെ വിശദീകരണമാണ്, വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളുടെ വിശദീകരണമാണ്. മാതാപിതാക്കളുടെ മാതൃകയാണ് മക്കളുടെ തർബിയത്തിൽ പങ്കുവഹിക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മളിൽ ഓരോരുത്തരും മക്കൾക്ക് വേണ്ടി ഏറ്റവും ഉന്നതമായ മാതൃകയായി മാറട്ടെ. ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുമെന്ന പ്രതിജ്ഞ പൂർത്തിയാക്കുന്നവരായി തീരട്ടെ. മറ്റുള്ളവരിലേക്ക് നോക്കുന്നതിന് പകരം ചില ആളുകളുടെ ശീലമുണ്ട്, അവർ മറ്റുള്ളവരിലേക്ക് നോക്കും, അവരെങ്ങനെയാണ് എന്ന്. തങ്ങളുടെ പരിഷ്കരണത്തിലേക്ക് ശ്രദ്ധിക്കുന്നവരായി തീരട്ടെ. അപ്പോഴാണ് നമുക്ക് നല്ല തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക, തഖ്വയിൽ ചരിക്കുന്നവരായി തീരാൻ സാധിക്കുക. തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും തുടർച്ചയായി ദുആ ചെയ്യുന്നവരായി തീരുക. അള്ളാഹു നമ്മുടെ മക്കളെയും എപ്പോഴും നമ്മുടെ കണ്ണുകൾക്ക് കുളിർമയാക്കി വെക്കുമാറാകട്ടെ. അങ്ങനെ ഈ പരമ്പര മുന്നോട്ട് തുടർന്നു കൊണ്ടുപോകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.